ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എന്തിൻ്റെ വിശേഷം? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാനിതാ പുറത്തിറങ്ങിയിട്ട് വെറുതെ മോൻ കളിക്കുവാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഫ്രണ്ടിൽ നോക്കി നിൽക്കുമായിരുന്നു. ഏട്ടനാണെങ്കിൽ വീട്ടിലില്ല, ഏട്ടൻ പുറത്തു പോയിരിക്കുവാണ്, കേരള സ്റ്റോറിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞാൻ അവനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയതാണ്. ഭയങ്കര ബോറടിയാണ്, എന്താ ചെയ്യുക, നമുക്ക് എങ്ങോട്ടും പോകാനും പറ്റില്ല. ഏട്ടനാണെങ്കിൽ തനിച്ചാണ് കേരള സ്റ്റോറിൽ പോയത്. കാരണം ഇപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന് നാളെ ഇല്ല മീൻസ് മറ്റന്നാൾ സ്കൂളൊക്കെ ഇനിയിപ്പോൾ എക്സാമൊക്കെ ആകാറായില്ലേ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പനിയും ജലദോഷമൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങളങ്ങനെ കൊണ്ടൊന്നും പോയില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കുറേ ആയിട്ട് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ലേ. ഞാൻ ഇപ്പോൾ പോയിട്ട് ഒരാഴ്ചയായി പുറത്ത് പോയിട്ട്. അന്ന് ഞാൻ സ്കൂട്ടി ഓടിക്കാനും വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഞാൻ അത് വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂട്ടി ഓടിക്കാൻ പോയപ്പം ഇങ്ങനെ മാർക്കറ്റിലൊക്കെ പോയത്. അങ്ങനെ ഭയങ്കര ബോറടിച്ചിരിക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സൊക്കെ. ഇവിടെ ഇത്ര നേരം പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം എല്ലാവരും പോയി. കാരണം ഇരുട്ടായി തുടങ്ങി, അത്യാവശ്യം ഇരുട്ടുണ്ട്. പിന്നെ എന്താണെന്നറിയില്ല, ചെറിയൊരു വെളിച്ചമുള്ളതുകൊണ്ട് എനിക്കൊന്ന് ഫേസ് നന്നായി കാണുന്നുണ്ട്. ഇല്ലേ ഞാൻ വിചാരിച്ച് ഇരുട്ടത്തൊന്നും കാണാൻ പറ്റില്ലെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നന്നായി കാണുന്നുണ്ട്. ഭയങ്കര ബോറടിച്ചിരിക്കുവാണ്. നമുക്ക് ആരോടും സംസാരിക്കാനും ഇല്ല. ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 10 മിനിറ്റ് 20 മിനിറ്റൊക്കെയല്ലേ സംസാരിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും മിണ്ടാതിരിക്കുവാണ്. ഇവിടെ അങ്ങനെ കാര്യമായിട്ട് മലയാളീസും കാര്യങ്ങളൊന്നും ഇല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലീസും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ പെട്ടെന്ന് ഇരുട്ടായേ. അപ്പം ഞാൻ മോൻ പറഞ്ഞു മോനകത്ത് പോയി ടി വി കാണണമെന്ന്. അപ്പോൾ ഞാൻ ടി വി വെച്ച് കൊടുത്തിട്ട് വന്നതായിരുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് ഇരുട്ടായി പോയി. പിന്നെ കുഴപ്പമില്ല, നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ലപോലെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് ഇവിടെ ബാക്കിയുള്ള ഏത് വീട്ടുകാരും ഇല്ലേ, കണ്ടാൽ തൊട്ടടുത്തുള്ള ആരും അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇടില്ലേ. ആകെ ഒരു 2 ഫാമിലി, നമ്മളും വേറൊരു ഫാമിലി. അപ്പുറത്തെ സൈഡും അതെ, ആരും എന്ന് വെച്ചാൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെന്നല്ലാതെ വേറെ ആരും ലൈറ്റൊന്നും ഇടില്ല. അപ്പോൾ ഇവർക്കൊന്നും വീടിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് ഇടുന്നത് ഇഷ്ടമല്ല, എന്തോന്ന് അറിയില്ല, എന്താണോ എന്തോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ 3 സൈഡിലും നമ്മൾ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ തൊട്ടടുത്ത് ജീലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ പാമ്പും കാര്യങ്ങളൊക്കെ വരുന്ന കാരണം നമ്മൾ ചുറ്റുഭാഗം, കാരണം കുഞ്ഞൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചുറ്റുഭാഗവും ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ ഇത് കത്തിക്കൊണ്ടേയിരിക്കും ഇല്ലേ. കാരണം നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് മാത്രമല്ലല്ലോ, ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ നടക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അതുമാത്രമല്ല, ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഗ്രൗണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെയാണ് വന്ന് കളിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈറ്റൊക്കെ ഇട്ട് വയ്ക്കുകയെ. അങ്ങനെ ഇവിടെ ഞാൻ 2-3 ലൈറ്റാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ലൈറ്റ് കെടുത്തും അത് വെറുതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള 2 ലൈറ്റും ഇതാവുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്താതിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈറ്റ് വെച്ചിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ബോറടിച്ചിരിക്കുമ്പോൾ ഞാൻ സാധാരണ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ടി വി കാണും. ഫോണ് പിന്നെ എന്തായാലും അവൻ എടുത്തുകൊണ്ട് പോകും. അത് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. കുഞ്ഞുങ്ങളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, കുഞ്ഞുങ്ങൾ എന്തായാലും ഫോണൊക്കെ എടുത്തുകൊണ്ട് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ അവൻ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും അവൻ അതിന് മാത്രം എന്തെങ്കിലുമൊക്കെ അതൊന്ന് മനസ്സിലാക്കുകയും ചെയ്യും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വെറുതെ കാണുക മാത്രമല്ല, അതിൽ എന്താണ് പറയുന്നതെന്നുള്ളത് അവൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാറുണ്ട്. അതുപോലെ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷിലാണ് പറഞ്ഞാൽ പോലും അവൻ ആ വേർഡ്സൊക്കെ കറക്റ്റായിട്ട് അവൻ പഠിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം ഞാൻ പിന്നെയും കൊടുക്കും. കാരണം വേറെ നമുക്കിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് മലയാളത്തിൽ സംസാരിക്കാൻ ആൾക്കാരും ഇല്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കുഞ്ഞ് ബോറടിച്ചിരിക്കുക. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടി വിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക. ടി വിക്കകത്താണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരാഗ്രഹിക്കുന്ന പോലത്തെ കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല. എന്നും ഈ കൊച്ചു ടി വിയിലൊക്കെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, പറഞ്ഞത് കണ്ട സാധനങ്ങൾ തന്നെ വീണ്ടും കാണും. അപ്പോൾ വെറുതെ എന്തായാലും കേട് വരുന്നുണ്ട്. ടി വി കണ്ടാലും കേടുവരും, ഫോൺ കണ്ടാലും കേടുവരും. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും അവന് യൂസ്ഫുള്ളായത് ഫോണാണെങ്കിൽ ഫോൺ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കാരണം എന്തായാലും നമ്മളൊക്കെ എത്ര കാലം ഇരിക്കാനാണെന്നും അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ തന്നെ എന്തൊക്കെ ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതൊക്കെ കാണുമ്പോൾ നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ അവനോട് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്നും ആലോചിക്കും, അയ്യോ എന്തിനാണ് ഞാൻ അവനോട് അങ്ങനെ പറയുന്നത്. കാരണം കുഞ്ഞുങ്ങളോട് നമ്മൾ അവരെന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അതൊന്നും ചെയ്തു കൊടുക്കാതിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ പശുക്കൾ വന്ന് നിൽക്കും. ഇവിടെ പശു, പട്ടി എല്ലാ സാധനമുണ്ട്. കുരങ്ങന്മാർ, മയിൽ എന്ന് വിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇവന്മാരൊക്കെ ഉള്ളതുകൊണ്ടില്ലേ നമുക്കിവിടെ നടക്കാനും ഒക്കെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെയൊക്കെ പുറത്തിറക്കാനും ഒക്കെ ഭയങ്കര പേടിയാണ്.
അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. മോനും ഞാൻ ഫോൺ കൊടുക്കുമ്പം അവൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ നേരം അവൻ ഫോൺ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്തും ഇതുപോലെ എൻ്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ പുറത്ത് തന്നെയായിരുന്നു ഡെലിവറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് എങ്ങോട്ടേലും പോകണമെങ്കിലോ ഒന്ന് കുളിക്കണമെങ്കിലോ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിലോ ഒക്കെ എനിക്ക് അവനെ ആരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അവന് ഫോണൊക്കെ കൊടുത്തിട്ടായിരുന്നേ പോവുക. ചെറുപ്പത്തിൽ നമ്മുടെ മഞ്ചാടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് കാർട്ടൂണിൻ്റെയും ഒക്കെ ഉള്ളത് വെച്ച് കൊടുത്തിട്ട് കാർട്ടൂൺ ചാനലൊക്കെ വെച്ച് കൊടുത്തിട്ടാണേ പോവുക. അപ്പോൾ അവൻ അത് കണ്ട് ശീലിച്ചിട്ട് ഇപ്പം അവൻ ഫോണ് എന്ന് വെച്ചാൽ അഡിക്റ്റ് ഒന്നുമല്ല. അവനിവിടെ കുഞ്ഞുങ്ങളുടെ കൂടെയൊക്കെ നന്നായി കളിക്കുകയും എല്ലാം ചെയ്യും. പക്ഷേ എന്ന് വെച്ചാൽ വീട്ടിൽ വരുമ്പം അവന് ബോറടിയാണ്. അച്ഛനും അമ്മയും കൊണ്ട് എത്രയും സംസാരിക്കുക. അവൻ ഹോംവർക്കൊക്കെ എന്ന് വെച്ചാൽ അവനിപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ടേ. അപ്പോൾ അവൻ ഹോംവർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒരു പഠിക്കുന്ന ഒരു ടൈം എന്ന് പറയുമ്പം 10 മിനിറ്റ് 20 മിനിറ്റൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവനോട് എന്തെങ്കിലും എഴുതി കൊടുക്കുവാണെങ്കിൽ എഴുതാൻ പറയുവാണെങ്കിൽ അവൻ പെട്ടെന്ന് എഴുതി തീർക്കും. അതുപോലെ പഠിക്കാൻ പറയുവാണെങ്കിലും അവൻ ചില കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാവും പെട്ടെന്ന് മറക്കില്ലേ. എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അവനത് പെട്ടെന്ന് എന്ന് വെച്ചാൽ അവന് കുറച്ച് ഓർമ്മശക്തിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അവനത് മറക്കുകയൊന്നുമില്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കില്ല. ആ ഒരു 10 മിനിറ്റ് മാത്രമേ പഠിപ്പിക്കുള്ളൂ. കാരണം അവനിപ്പോൾ LKG-യിലൊക്കെ ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം ആവശ്യത്തിനുള്ളത് പഠിച്ചാൽ മതിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹായ് അമ്മ അവിടെ ഫോണിൽ സംസാരിക്കുന്നു. ഹായ് പറയും. ഹായ് നമ്മളെ ആകുന്നു. പിന്നെ ഇത് സണു അവിടെ കളിക്കാൻ പോകുന്നു. ഇത് ആട്ടക്കാരല്ലോ. പിന്നെ ഇതാലു. പിന്നെ അവിടെ ഇതിപ്പോൾ നമ്മുടെ ഒരു പ്രത്യേക ഭാഷയൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഹിന്ദിയും മലയാളവും അവൻ കുറെ തെലുങ്കും കാര്യങ്ങളും എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടേ. പറയും. ഓക്കെ പ്രത്യേകം ഭാഗം ആകുള്ളൂ. പിന്നെ എങ്ങനെ ഓക്കെ ബൈ. അവൻ TV ഓണാക്കിയിരിക്കുവാണേ. അയ്യോ എനിക്ക് വല്ല കോപ്പിറൈറ്റും വരാതിരുന്നാൽ മതി. കാരണം ഞാൻ അല്ലെങ്കിലേ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസ് ഇടുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ വല്ല കോപ്പിറൈറ്റും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഞാൻ ഈ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരില്ലെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവനിവിടെ എന്ന് വെച്ചാൽ ആരും ഇല്ലാത്തത് കാരണം അവന് ഞാനിങ്ങനെ ഫോണൊക്കെ കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വന്നു പോകാൻ ആരുമില്ല. അവനോട് സംസാരിക്കാൻ മലയാളത്തിൽ സംസാരിക്കാനും ആരുമില്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം ഭാഷയും കാര്യങ്ങളൊക്കെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഫോണൊക്കെ കൊടുക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇംഗ്ലീഷ് നന്നായിട്ട് അവൻ പറയാനറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് വരണ്ടേ കുഞ്ഞുങ്ങൾക്ക്. അതവനുണ്ട്. എന്ന് വെച്ചാൽ നന്നായിട്ട് അവൻ ഇംഗ്ലീഷും പറയും. ഇപ്പോൾ പറഞ്ഞത് കണക്കാക്കണ്ടേ. ഇപ്പോൾ സംസാരിച്ച് വെറുതെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞാണേ. അവൻ കറക്റ്റായിട്ട് മലയാളത്തിലത്തെ എല്ലാ വേർഡ്സും അവനറിയാം. പക്ഷേ അവന് മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല എന്ന് വെച്ചാൽ നന്നായി ഫ്ലുവൻ്റായിട്ട് പറയാൻ അറിയില്ല. പക്ഷേ അവന് ഹിന്ദി നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിയാം. പക്ഷേ അവന് അധികം വേർഡ്സ് അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ എന്ന് വെച്ചാൽ ഒരു 3/4 ഭാഗം അവനറിയാം. പക്ഷെ ഒരു 1/4 ഭാഗം അറിയില്ല. അതുകൊണ്ടുള്ളൊരു പ്രശ്നം അങ്ങനെ. അപ്പോൾ മലയാളം പക്ഷേ അവന് വേർഡ്സ് അറിയാം. പക്ഷേ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അടുത്ത ആരും ഇല്ലാത്തത് കാരണം അവനത് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല. അങ്ങനെ പിന്നെ അവൻ ഇംഗ്ലീഷ് ആണെങ്കിലും അത്യാവശ്യം വേർഡ്സും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ അവൻ തമിഴ് കുറേ പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ തെലുങ്ക് ചൈനീസ് വരെ അവൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ലാംഗ്വേജും കൂടെ മിക്സായിട്ട് അവൻ്റെ ഭാഷ ഇങ്ങനെയൊക്കെയായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ അവനെ ചെറുപ്പം തൊട്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ട്രെയിനിങ് കൊടുക്കുമായിരുന്നേ. ഇടയിൽ ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വീഡിയോ കട്ട് ചെയ്തത്. കാരണം എനിക്കിങ്ങനെ വണ്ടികളൊക്കെ വരുമ്പം അവർ നമ്മളെ എന്ന് വെച്ചാൽ അവർ നമ്മളെ നോട്ടീസ് ചെയ്യില്ലേ. എന്ന് വെച്ചാൽ അവർ സ്പെഷ്യലായിട്ട് ഇങ്ങനെ നോക്കില്ലേ. എനിക്കത് കാണുമ്പം പിന്നെ എനിക്ക് വാക്കുകളൊന്നും വരില്ല. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. കാരണം നമ്മൾ വീഡിയോ കോൾ ചെയ്യും പോലെയൊന്നും അല്ല. വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മൾ തനിച്ചെടുക്കുമ്പം ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു വേർഡ്സ് നമ്മളെന്താ പറയാൻ വന്നതെന്നുള്ളത് മുഴുവനായിട്ടും പറയാൻ കിട്ടില്ല. അതെനിക്കങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് കട്ട് ചെയ്തത്. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഏട്ടൻ ഇപ്പോൾ ഭക്ഷണം മേടിച്ചിട്ട് വരും. ഇന്നും പൊറോട്ടയ്ക്കുള്ള കോളൊക്കെയാണ്. കാരണം ഏട്ടൻ കേരള സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം അയ്യോ ഞാൻ പേടിച്ച് ആ പശു അവിടെ ഇരുന്നതായിരുന്നു. അപ്പോൾ ഏട്ടൻ എന്തായാലും ഇന്ന് വരുമ്പോൾ പൊറോട്ട മേടിച്ചുകൊണ്ട് വരും. അപ്പം ഇന്നത്തെ രാത്രി പക്ഷേ ഞാനിന്ന് രാവിലെ എണീച്ച് 2 കറികൾ ഉണ്ടാക്കി വെച്ച്. പക്ഷേ ഇതുപോലെ കറികളുള്ള ദിവസമില്ലേ ഇതുപോലെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. കറി ഒന്നും ഇല്ലാത്ത സമയത്താണ് ഞാൻ ഇതുപോലെ പെട്ടുപോവുകയെ.
കാരണം അന്നാണ് എനിക്ക് എന്തേലും ആയിട്ട് മേടിച്ചുകൊണ്ട് വന്നായിരുന്നെങ്കിലോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അന്ന് എന്തായാലും നമ്മൾ എന്തെങ്കിലും വെക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലേ അന്നത്തെ ദിവസം എന്തായാലും അന്നത്തെ ദിവസമായിരിക്കും നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാവുക. അങ്ങനത്തെ ഒരു തോന്നലാണ്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ചിലപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് വരും. പിന്നെ നമ്മൾ ഉണ്ടാക്കിയതും ചിലപ്പോൾ കൂടുതലായിരിക്കും. അങ്ങനെ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. കാരണം ഇന്ന് ഞാൻ 2 കറി വെച്ചു. ഇല്ലേ ഞാൻ സാധാരണ 2 കറി വെക്കാറുണ്ട്. എന്നാലും ഇന്ന് ഞാൻ 2 കറി വെച്ചു. പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് മോൻ ചപ്പാത്തിയും അതുപോലെ പാലും ഒക്കെ തന്നെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ കറി യൂസ് ചെയ്തേ ഇല്ല. ഏട്ടനാണേലും ഇന്ന് കറിയായിട്ട് കഴിച്ചില്ല. ഇനിയിപ്പോൾ രാത്രി എന്തായാലും ആ കറി യൂസ് ചെയ്യില്ല. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരുമ്പം അതെടുത്ത് ഫ്രിഡ്ജ് വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യും. എന്തായാലും നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ എന്തായാലും നമുക്കത് നാളെ എടുത്ത് യൂസ് ചെയ്യാം. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെയാണ് പച്ചക്കറിയൊക്കെ കിട്ടുക. അപ്പോൾ നമ്മൾ ഒന്നിച്ച് പച്ചക്കറിയൊക്കെ മേടിക്കുന്ന കാരണം അത് പെട്ടെന്ന് ചീത്തയായി പോവുക എല്ലാം ചെയ്യും. അപ്പോൾ ഞാൻ വെക്കുമ്പോൾ അത് ഒരു 1/2 കിലോ മേടിച്ചിട്ടുണ്ടെങ്കിൽ 1/2 കിലോ വെച്ച് തീർക്കാൻ ശ്രമിക്കും. കാരണം പിന്നെ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. ഇല്ലേ നമ്മളത് കൂടുതൽ വെക്കുന്നതോറും അതെന്തായാലും ചീഞ്ഞു പോകും. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് മാക്സിമം ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇന്ന് എൻ്റെ കറികളെല്ലാം ബാക്കിയായി. കുഴപ്പമില്ല. ഇനിയിപ്പം ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പം ഞാൻ അപ്പം തന്നെ വീഡിയോ എടുക്കാം. അപ്പോൾ കാണിച്ചു തരാവേ. പിന്നെ ഞാൻ മോന് ഹോംവർക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. എക്സാമൊക്കെ ആകാറായില്ലേ വേണ്ടിയിട്ട് കുറച്ച് നേരം ഹിന്ദിയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവന് മാത്സും ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ അപ്പോഴേക്കും ഏട്ടൻ വന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളുടെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞാനങ്ങോട്ട് പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്യാനുണ്ടായത്. കാരണം ഏട്ടൻ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഫോണും പിടിച്ചിരിക്കുന്നത് നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്തു വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും വരുന്നവരെ ബായ്.